ഏറ്റുമാനൂർ സേവാഭാരതിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച സാന്ത്വന സ്പർശം റീഹാബിലിറ്റേഷൻ തെറാപ്പി സെന്ററിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സൗജന്യ ചികിത്സയുമായി ഏറ്റുമാനൂർ രാമകൃഷ്ണ ബിൽഡിംഗിലാണ് റീഹാബിലിറ്റേഷൻ തെറാപ്പി സെന്റർ പ്രവർത്തനം നടക്കുന്നത്. തിങ്കൾ മുതൽ ശനി വരെ ഫിസിയോതെറാപ്പി, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ സ്പീച്ച് തെറാപ്പി ആൻഡ് ഒക്കുപേഷണൽ തെറാപ്പി, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ കൗൺസിലിംഗ് സെന്റർ ആൻഡ് സൈക്കോളജിസ്റ്റ് സേവനങ്ങളാണ് സൗജന്യമായി ലഭിക്കുന്നത്. സ്ട്രോക്ക് മൂലം കിടപ്പിലായ യുവാക്കൾ, അപകടങ്ങളാൽ ശാരീരിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർ, ദിവ്യാംഗർ തുടങ്ങി ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സ നൽകി അവരെ പുതുജീവിതത്തിൽ വീണ്ടും കരുത്തോടെ മുന്നോട്ടു പോകുവാൻ സഹായിക്കുകയാണ് ലക്ഷ്യം. ഏറ്റുമാനൂർ സേവാഭാരതിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചേർന്ന് ഈ മാർച്ച് 15-ാം തീയതി ഉദ്ഘാടനം ചെയ്തതാണ് ഫിസിയോതെറാപ്പി റിഹാബിലിറ്റേഷൻ സെൻറ്റർ. ഇവിടെ ഫിസിയോതെറാപ്പി, പലതരത്തിലുള്ള ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി എല്ലാം ഇവിടെ വളരെ സൗജന്യമായിട്ട് നമ്മൾ അർഹരായ രോഗികൾക്ക് കൊടുത്തു വരുന്നു. ഇപ്പോൾ ഏതാണ്ട് 50ഓളം പേഷ്യൻ്റായി സമീപ ദിവസങ്ങൾ കൊണ്ട്. പലരും റിക്വയർമെൻ്റ് ഉണ്ട്, പലർക്കും നീട്ടി ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ 4 തരത്തിലുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകളുണ്ട്. ഇവിടെ എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ഏറ്റുമാനൂരിലും സമീപ പഞ്ചായത്തുകളിലെ രോഗികൾക്കും ഈ സേവനം ലഭ്യമാണ്. മാനവസേവ മാധവസേവ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ കിടപ്പ് രോഗികളെ വീട്ടിൽ ചെന്ന് സൗജന്യമായി സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് പരിചരണം നടത്തിവരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് മരുന്നുകൾ, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, മെഡിക്കൽ ബെഡുകൾ, വീൽചെയറുകൾ തുടങ്ങിയവ സൗജന്യമായി ഉപയോഗിക്കുന്നതിന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടർമാരും നഴ്സുമാരും സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന ഒരു സംഘമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ എന്ന രീതിയിൽ തയ്യൽ പരിശീലന കേന്ദ്രം, അതുപോലെ വിവിധ ആശുപത്രികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെഡിക്കൽ ക്യാമ്പുകളും ഡോക്ടർമാരുടെ സൗജന്യ വൈദ്യ പരിശോധനയും ഇവിടെ ലഭിക്കും. ഏറ്റുമാനൂർ സേവാഭാരതി ഏറ്റുമാനൂർ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വളരെ വർഷങ്ങളായി. നമുക്ക് ഈ 3 വർഷം മുമ്പാണ് ഈ ബിൽഡിംഗ് നമ്മുടെ ഡോക്ടർ നമുക്ക് സേവന പ്രവർത്തനങ്ങളൊക്കെ വിട്ടു നൽകിയത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഏറ്റുമാനൂർ പാലിയേറ്റീവ് കെയർ ആണ് ആദ്യം ആരംഭിച്ചത്. അതിനോട് തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ ഒരു സാന്ത്വന സ്പർശം റീഹാബിലിറ്റേഷൻ സെൻറ്റർ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള സൗജന്യ തയ്യൽ പരിശീലന ക്ലാസ്സും ഇവിടെ എല്ലാ ദിവസവും രാവിലെ 10 തൊട്ട് 2 വരെ നടക്കുന്നുണ്ട്. പിന്നെ പൈതൃക യോഗ സെൻറ്ററുമായിട്ട് ചേർന്ന് നമ്മളൊരു യോഗ പരിശീലന ക്ലാസ്സും ഏറ്റവും സേവാഭാരതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ആഴ്ചയിൽ 3 ദിവസമാണ് നമുക്കിവിടെ, അതും തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ നൽകി വരുന്നത് യോഗ പരിശീലനവും. പിന്നെ നമുക്ക് രോഗികൾക്ക് ആവശ്യമായ വീൽ ചെയർ, കട്ടില്, എയർബെഡ് തുടങ്ങിയ ഓക്സിജൻ കോൺസെൻട്രേറ്റർ തുടങ്ങിയ സാധനങ്ങളെല്ലാം സൗജന്യമായി തന്നെ നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള രോഗികൾക്ക് നൽകി വരുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസം യോഗ പരിശീലനവുമുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി വൈകുന്നേരം 6 മുതൽ 7 വരെ പൈതൃക് യോഗ സെന്റർ തിരുവല്ലയുമായി ചേർന്നാണ് യോഗ പരിശീലനം. സേവാഭാരതി ഏറ്റുമാനൂരും കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കുറിച്ചി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി റിസർച്ച് ഹോസ്പിറ്റലും സംയുക്തമായി എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച രാവിലെ 9:30 മുതൽ 1 വരെ രാമകൃഷ്ണ ബിൽഡിംഗിൽ വെച്ച് സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. എല്ലാ അസുഖങ്ങൾക്കുള്ള പരിശോധനയും മരുന്നുകളും സൗജന്യമായി ലഭിക്കും. i4a News, ഏറ്റുമാനൂർ.